വെൽക്കം ബാക്ക് ടു റേസ് ഏഗൺ. അപ്പോൾ വിജയ് ജാലകത്തിലെ എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മൈ നെയിം ഇസ് ആദിത്യ. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എന്താണ് USS എക്സാമിന് പ്രിപ്പറേഷൻ ആണല്ലേ. നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങൾ എല്ലാവരും ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യിപ്പിക്കാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് ഈസിലി അവൈലബിലിറ്റിക്ക് വേണ്ടി നമ്മുടെ ചാനൽ എന്ത് ചെയ്യാം, ഇപ്പം തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ. ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എല്ലാവരും എന്ത് ചെയ്യട്ടെ, USS എക്സാം ക്രാക്ക് ചെയ്യട്ടെ. അതല്ലേ നമ്മുടെ ആവശ്യം. സോ വാട്ട്, നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്ത് നമുക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എന്താ എടുക്കാൻ പോകുന്നതെന്ന് അറിയോ? നത്തിങ് കോമൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇഡിയംസ്. ഇഡിയംസ് എന്താ നിങ്ങൾ കേട്ടിട്ടില്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. സോ ഇന്ന് കോമൺ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട് നമുക്ക് 10 ഇഡിയംസ് ഡിസ്കസ് ചെയ്യാം. ഓൾ സെറ്റ് റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇഡിയം നോക്കട്ടെ. വാ നോക്കാം. സോ വാട്ട് ഇസ് ഇഡിയം? Idioms are phrases which people use in everyday language which do not make sense literally but we understand what they mean. മനസ്സിലായോ എന്തെങ്കിലും? നോ വറീസ്, ഒന്നുമില്ലടാ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ചില വേർഡ്സ് കണക്ട് ചെയ്ത് ഒരു ഫ്രേസ് ആക്കാം. ആ ഫ്രേസ് എന്ത് ചെയ്യുക, നമ്മൾ വേറൊരു മീനിങ് വെച്ചാൽ ലിറ്ററലി അതിൻ്റെ മീനിങ് അല്ല. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൂവി നമ്മൾ കണ്ടെന്ന് വെച്ചോ. ഇപ്പം നമ്മൾ പറയും ആ റൊമാൻറ്റിക് മൂവി എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് അല്ല എന്ന് പറയുന്നതിന് അങ്ങനെ പറയുന്നതിന് നമുക്ക് എന്ത് പറയാം? ദ റൊമാൻറ്റിക് മൂവി ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് വെച്ചാൽ കപ്പ് ഓഫ് ടീ എന്ന് വെച്ചാൽ ചായയും കപ്പൊക്കെ ആണോ? അല്ല. അവിടെ എന്താ മീൻ ചെയ്യുന്നത്? അത് എൻ്റെ എന്താ ഒരു വേ ഓഫ് സ്റ്റൈലല്ല. വേ ഓഫ് സ്റ്റൈൽ മീൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു മൂവി അല്ല, റൊമാൻറ്റിക് മൂവി ഇല്ലേ, അതിന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് എന്ത്, ആ കപ്പ് ഓഫ് ടീ. മനസ്സിലായോ? നിങ്ങൾക്ക് പേടിക്കേണ്ട. നമ്മൾ എക്സാമ്പിൾസ് ആൻഡ് എന്ത് ചെയ്യുമ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സെറ്റ് റൈറ്റ്? Idioms should be used in proper situation and എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ഇഡിയംസിനും ഓരോരോ മീനിങ് ഉണ്ട് അല്ലേ. ആ മീനിങ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസസിൽ അല്ലെങ്കിൽ കറക്റ്റ് സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ദേ എൻറിച്ച് അവർ സ്പീച്ച് ആൻഡ് ഇൻക്രീസ് അവർ വൊക്കാബുലറി. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എൻറിച്ച് ചെയ്യും നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ വേ ഓഫ് സ്റ്റൈൽ, നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലില്ല, അതൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് എൻറിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ആക്കും. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഇഡിയംസ് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു വെക്കാം. അത് നമുക്ക് ആരെങ്കിലും മുമ്പ് ഒരു ഷോ ഇറക്കാമല്ലോ, അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട്. സോ എങ്ങനെയാണ് നമുക്ക് പഠിച്ചാലോ? സോ ദ ഫസ്റ്റ് വൺ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ സ്ഥിരം കേട്ടിട്ടുള്ള എക്സാമ്പിൾസ് ആണ് എന്ത്, ടൈ ദ നോട്ട് ആൻഡ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ. ആക്ച്വലി ഈ ടൈ ദ നോട്ട് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മൾ അധികം ഈ സേവ് ദ ഡേറ്റ്സ് ഇല്ലേ, ഈ മാരേജ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ സേവ് ദ ഡേറ്റ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത്, ടൈ ദ നോട്ട് അല്ലേ. ടൈ ദ നോട്ട് എന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണോ, ഗെറ്റ് മാരീഡാ. ഓക്കെ, ഓരോ ഇഡിയംസിനും അതിൻ്റെതായ സ്പെസിഫിക് എന്തുണ്ട്, മീനിങ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൾ സെറ്റ്? അപ്പോൾ ടൈ ദ നോട്ട് എന്ന് വെച്ചാൽ ഗെറ്റ് മാരീഡ്. അധികം നമ്മളിപ്പോൾ സേവ് ദ ഡേറ്റ്സോ കാണുന്നില്ലേ, അത് തന്നെ സംഭവം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണോ? ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തുതരാം. They are going to and get married എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താണ്, ടൈ ദ നോട്ട്. എന്ത് ചെയ്യാം, നെക്സ്റ്റ് മന്തോ നെക്സ്റ്റ് ഇയറോ വാട്ടെവർ, അത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്താ ഇതിന് മീനിങ് വരുന്നത്, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് അല്ലേ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് എന്ത്, ടൈ ദ നോട്ട്. സെറ്റ് റൈറ്റ്? അങ്ങനെയാണ് നെക്സ്റ്റ് വൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ കത്തുന്നത്, ബ്ലൂ മൂൺ അങ്ങനെയൊന്നും പറയരുത്. കാരണം നമുക്ക് എന്താ ഓരോ വാക്കിൻ്റെ അർത്ഥം എല്ലാം നമ്മൾ ഇഡിയംസിൽ വരുമ്പോൾ അല്ലേ, ഒരൊറ്റ ഫ്രേസിന് എന്താണ് വേറെ ലിറ്ററലി ആയിട്ടൊരു മീനിങ് തന്നെയാണ്. ഇവിടെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ എന്താണോ, റയർലി ആയിട്ട് സംഭവിക്കുന്നത്. ഇത് റയർലി ആയിട്ട് സംഭവിക്കുന്നത് നമ്മൾ എന്ത് പറയാ, once in a blue moon. ഓക്കെ, ഇപ്പം എന്താ പറയാ, ഈ ബ്ലൂ മൂൺ ഒക്കെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര റയർ ആയിട്ട് സംഭവിക്കുന്നതിന് പറയുന്നത്. മറന്നു പോരുത് കേട്ടോ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ തരാം. എന്ത് തരാം? ഓക്കെ, ഷീ വിസിറ്റ്സ് ഹർ ഹോം ടൗൺ വെരി റയർലി എന്ന് പറയാം അല്ലേ. നമുക്ക് അതിന് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഡിയം എന്താണ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. സെറ്റ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞത് സെറ്റ് ആണല്ലോ. ഐ ഹോപ്പ് ഇറ്റ് സെറ്റ്. പേടിക്കണ്ട കേട്ടോ, നമ്മൾ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റൻസ്, ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു വെച്ചോ, അപ്പോൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻറ്റൻസിൽ ഇങ്ങനെ ഇപ്പം ഒരു സെൻറ്റൻസ് വന്നിട്ട് ഇതിൻ്റെ അർത്ഥം റയർലി ആയിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ വെരി റയർലി എന്ന ഇഡിയം ഏതാ, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വൺസ് ഇൻ എ ബ്ലൂ മൂൺ സെലക്ട് ചെയ്യാൻ പറ്റും. അതിപ്പം ഗെറ്റ് മാരീഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ടൈ ദ നോട്ട്. ഓൾ സെറ്റ് റൈറ്റ്? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇഡിയം ഹിറ്റ് ദ സാക്ക് മീൻസ്? ഹിറ്റ് ദ സാക്ക് എന്ന് വെച്ചാൽ എന്താ,
ആക്ച്വലി ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഭയങ്കര ടയേർഡൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റെസ്റ്റ് എടുക്കണം അല്ലേ? അപ്പോൾ ഹിറ്റ് അത്രയും നേരം നമ്മൾ വർക്ക് ചെയ്തു അല്ലെങ്കിൽ വോട്ടെവർ നമ്മൾ എന്തൊക്കെയോ ചെയ്തു. സോ അതിനുശേഷം എന്താ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു ഇഡിയം, വാക്കല്ല, ഒരു ഇഡിയമാണ് എന്ത് ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹിറ്റ് ദ സാക്കിന് എന്തായിരിക്കും മീനിങ് വരിക? ടു പഞ്ച് എ ബാഗ് ആണോ? ഗോ ടു സ്ലീപ്പ് ആണോ? റെസ്റ്റ് അല്ലേ? ടു ലൂസ് എ ഗെയിം അല്ല. അപ്പോൾ എന്താണ് ഇതും അല്ല. ഓഫ്കോഴ്സ് എന്താ ഇതിൻ്റെ ആൻസർ വരിക? ഗോ ടു സ്ലീപ്പ് ആണ്. അതാണ് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഹിറ്റ് ദ സാക്ക് എന്ന് വെച്ചാൽ എന്തായാലും ആക്ച്വലി അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്? ഒന്നെങ്കിൽ റെസ്റ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഗോയിങ് ടു ബെഡ്, ലൈക്ക് ദാറ്റ്. സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഐ ആം റിയലി ടയേർഡ്, സോ ഐ എം ഗോയിങ് ടു ബെഡ് എന്ന് നമ്മൾ പറയില്ലേ? അപ്പം നമ്മൾ ആ ഗോയിങ് ടു ബെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എന്ത് ഇഡിയം യൂസ് ചെയ്യാം? ഐ എം ഗോയിങ് ടു ഹിറ്റ് ദ സാക്ക് നൗ. സെറ്റ് അല്ലേ? മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഹിറ്റ് ദ സാക്ക് എന്ന് വെച്ചാൽ എന്താ? ടു ഗോ ടു സ്ലീപ്പ് ഓർ ഗോ ടു ബെഡ്. ഓക്കെ, എ വേ ഓഫ് റെസ്റ്റിനാണ് നമ്മൾ ഇത് റെസ്റ്റിംഗ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയാം? ഹിറ്റ് ദ സാക്ക് എന്ന് ഇഡിയം. ഓക്കെ, ഡൺ. അങ്ങനെ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കമ്പനീസ് CEO wants dash of the entire project before making a decision. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പോൾ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു മീനിങ് കൺവേ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ജനറൽ വ്യൂ ഓഫ് സംതിങ് ഇല്ലേ? സിഒക്ക് എന്തോ ഒരു ജനറൽ മീനിങ് ഓഫ് സംതിങ് കിട്ടണം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇഡിയം വരിക? നോക്കാം. എ ബേർഡ്സ് ഐ വ്യൂ ആണോ, അതോ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ആണോ, കിക്ക് ദ ബക്കറ്റ് ആണോ? എന്തായിരിക്കും വരിക? നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതിന് ആൻസർ അറിയെങ്കിലെങ്കിലേ നിങ്ങൾ ഞാൻ ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് സെക്ഷനിലേക്ക് വിടുക. നിങ്ങളുടെ എല്ലാ കമൻറ്റ്സും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? റീഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഞാൻ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. സോ ആക്ച്വലി ഇതിൻ്റെ മീനിങ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് കൺവേ ചെയ്യുന്നത് എന്താണോ? എ ബേർഡ്സ് ഐ വ്യൂ ആണ്. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി? അതിൻ്റെ അർത്ഥം വരുന്നത് വ്യൂ ഫ്രം എ ഹൈ പൊസിഷൻ. നമ്മൾ ബേർഡ്സ് എപ്പോഴും എങ്ങനെയാണ്? മേലെയല്ലേ? മേലെ നിന്ന് ദേ ഹാവ് എ കറക്റ്റ് വ്യൂ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇഡിയം നോക്കാലോ. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ എന്താ? ഇനി എന്നിട്ട് ആണി എടുത്തിട്ട് തലയിൽ അടിക്കാനാണോ? അല്ല. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ സെപ്പറേറ്റ് മീനിങ്ങിലേക്ക് പോകരുത് കേട്ടോ. ഇഡിയംസിൽ ഒരൊറ്റ ഫ്രേസിന് എന്താണ്? ഒരൊറ്റ മീനിങ് ആണ്. ഓക്കെ, നിങ്ങൾ സെപ്പറേറ്റ് മീനിങ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും നിൽക്കരുത് കേട്ടോ. ആൻഡ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സംതിങ് എക്സാക്ട്ലി റൈറ്റ്. നമ്മൾ ഒരു ആർഗ്യുമെന്റ് നമ്മൾ എക്സാക്ട്ലി റൈറ്റ് ആയിട്ട് കാര്യം നമ്മൾ സ്ട്രോങ് ആയി നിൽക്കില്ലേ? അതിന് എക്സാക്ട്ലി റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയാം? ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. സോ സംതിങ് എക്സാക്ട്ലി റൈറ്റ്. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഷീ hit the nail on the head about the issue ഇല്ലെങ്കിൽ in an argument whatever. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞ ഇഡിയം യൂസ് ചെയ്യുന്ന? സംതിങ് എക്സാക്ട്ലി റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് വൺ ഇസ് കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ടു ഡൈ. കിക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ടൈം ആവാറായി എന്നൊക്കെ പറയില്ലേ? അതുപോലെയാണ്. അല്ലെങ്കിൽ മരിച്ചു എന്ന് അർത്ഥം വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കിക്ക് ദ ബക്കറ്റ്. നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ഹിസ് ഗ്രാൻഡ് ഫാദർ ഡൈഡിന് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കിക്ക് ദ ബക്കറ്റ്. എന്താ ലാസ്റ്റ് ഇയറോ പ്രീവിയസ് ഇയറോ വോട്ടെവർ നമുക്ക് എന്തും പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ മൂന്ന് ഇഡിയംസും സെറ്റ് അല്ലേ? ഇതിന് ഫസ്റ്റ് വേണ്ടത് ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ എന്താണ്? വ്യൂ ഫ്രം ഹൈ പൊസിഷൻ. അതുപോലെ തന്നെ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ സംതിങ് എക്സാക്ട്ലി റൈറ്റ്. ആൻഡ് കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? ടു ഡൈ. റൈറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. John always skips school and get into trouble. He is the dash of the family. എന്താണ്? ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇഡിയംസ് നോക്കാലോ. ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ എന്താ? കറുത്ത ആടാണോ?
No. Let the cat out of the bag and feel blue. Feel blue നിങ്ങൾ കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കില്ല. ആക്ച്വലി ഫീൽ ബ്ലൂ എന്ന് വെച്ചാൽ എന്താ? ഫീൽ സാഡ് ആട്ടോ. അപ്പൊ എന്തായാലും ഫീൽ സാഡ് അല്ലേ ഇവിടുത്തെ ആൻസർ? അത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ആക്ച്വലി ഇറ്റ് ഇസ് ബ്ലാക്ക് ഷീപ്പ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ എന്താണോ മീനിങ് വരുന്നത്? ഒരു ഡിഫറെൻറ്റ് ഇൻ എ ഗ്രൂപ്പ് ഇല്ലേ? നമ്മൾ ഔട്ട് സൈഡർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയില്ല. അതിനാണ് നമ്മൾ എന്തൊരു ബ്ലാക്ക് ഷീപ്പ്, ഡിഫറെൻറ്റ് ഇൻ എ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ എന്താ? ബാഗിൽ നിന്ന് ക്യാറ്റിനെ എടുക്കുവാന്നാണോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാൽ ഒരു സീക്രട്ട് ഇല്ലേ, നമ്മൾ സീക്രട്ട് പറയില്ലേ, അതിനാണ് പറയുക റിവീലിംഗ് എ സീക്രട്ട്. റിവീൽ എ സീക്രട്ട്. അപ്പൊ 3 ഇഡിയംസിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഐ മീൻ സെന്റൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും? ഭയങ്കര ഈസി ആയിരിക്കും. സോ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അത് നമുക്കൊരു എക്സാമ്പിൾ എടുത്താലോ? ഓക്കെ, എന്ത് കൊടുക്കാം? ഓക്കെ, ഷീ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് about എന്താ? ദ സർപ്രൈസ് പാർട്ടി. എന്ത് ചെയ്തു? സർപ്രൈസ് പാർട്ടിയുടെ സീക്രട്ട് അവൾ പറഞ്ഞു. അതിനാണ് സീക്രട്ട് റിവീൽ ചെയ്യുന്ന നമ്മൾ എന്ത് യൂസ് ചെയ്യുക? എന്ത് ഇഡിയം യൂസ് ചെയ്യുക? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. മറക്കരുത് കേട്ടോ. ആൻഡ് ഫീൽ സാഡ്. ഫീൽ സാഡ് അല്ലെങ്കിൽ ഫീൽ ബ്ലൂ, എന്താ വാട്ട് എവർ, നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം? അപ്പം ഞാനാണെങ്കിൽ ഐ ഫീൽ blue when I miss my home. സെറ്റ് അല്ലേ? ഇപ്പം നമ്മൾ പിന്നെ 3 ഇഡിയംസ് പഠിച്ചത്. ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഇൻ എ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ റിവീലിംഗ് എ സീക്രട്ട്. ആൻഡ് ഫീൽ ബ്ലൂ എന്ന് വെച്ചാൽ എന്താ? ഫീൽ സാഡ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ആരൊരു ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി അച്ഛനമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ഇഡിയംസ് ഒക്കെ കുത്തി കയറ്റിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഭയങ്കര വലിയ ആൾക്കാരെന്ന് നമുക്ക് പറയാമല്ലോ. അതുപോലെ തന്നെ എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും സെൻറ്റൻസ് വായിച്ചിട്ട് മീനിങ് എന്തായിരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് വായിച്ചാൽ എന്തായാലും ഐഡിയ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? സെറ്റ് ആക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റിൽ വരാം, ഞാൻ അവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നോ വറീസ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറ ഹാഡ് ടു വർക്ക് 2 jobs ഡാഷ് ആഫ്റ്റർ ഷീ ലോസ്റ്റ് ഹെർ ഫുൾ ടൈം പൊസിഷൻ. അല്ല എന്തോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സംതിങ് ലൈക്ക് ദാറ്റ് അല്ലേ? രണ്ടറ്റം കൂട്ടുപിടിക്കാൻ ഭയങ്കര ഗോഡ്, ഞാൻ അതിൻ്റെ ഇഡിയം പറഞ്ഞു ആക്ച്വലി. ഓക്കെ, വാട്ട് എവർ. സോ നമ്മൾ ഇഡിയംസ് എന്താണ്? ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് ആണോ? മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് ആൻഡ് ഗെറ്റ് കോൾഡ് ഫീറ്റ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? പറ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഞാൻ എന്തായാലും നോക്കും. ഐ വിൽ ഡെഫിനറ്റ്ലി ചെക്ക്. ഓക്കെ, ആൻഡ് ബ്രേക്ക് ദ ഐസ് ആണോ? അല്ല അല്ലേ? ജോബ് ടു ബ്രേക്ക് ദ ഐസ് ആഫ്റ്റർ പോരാ. മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് അതായിരിക്കുമോ? വായിച്ച് നോക്കാലോ. സാറ ഹാഡ് ടു വർക്ക് 2 jobs ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് ആഫ്റ്റർ ഷീ ലോസ്റ്റ് ഹെർ ഫുൾ ടൈം പൊസിഷൻ അല്ലേ? രണ്ടറ്റം കൂട്ടും പിടിക്കാനുള്ള പാടിലാണ് ആര്? നമ്മുടെ സാറ അല്ലേ? അപ്പോൾ ഏതാണ് ഇഡിയം വരിക? മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. ആക്ച്വലി മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറയുന്നതിന് ഒരു മാനേജിങ് ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ്. ഓക്കെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ദ ഐസിൻ്റെ മീനിങ് എന്തായിരിക്കും? ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോൺവെർസേഷൻ നോക്കുമ്പോൾ ഒരാൾക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ. ഇപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ, നിങ്ങൾക്ക് ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? ആ ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അതിന് നമുക്ക് എന്ത് ചെയ്യും? ബ്രേക്ക് ദ ഐസ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്തോ നമ്മളിപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരാൾ വന്നിട്ട് സംസാരിച്ചില്ലെങ്കിൽ ഹാപ്പി ആക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ ബ്രേക്ക് ദ ഐസ് അല്ലേ? നമ്മളെ മൂഡ് മാറ്റി കളഞ്ഞില്ലേ? മനസ്സിലായി എന്താ ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചാൽ? നത്തിങ് സേ സംതിങ് ടു മേക്ക് കംഫർട്ടബിൾ. ഓക്കെ, നമ്മൾ ഈ ഒരു ഏത് സിറ്റുവേഷൻ ആണല്ലോ അത് നമ്മൾ എന്ത് ചെയ്യാം? കംഫർട്ടബിൾ ആക്കാൻ. ഓക്കെ, ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്ന് വെച്ചാൽ എന്താ? അങ്ങനെയാണെങ്കിൽ തണുത്ത പാദത്തിനാണോ? നോ, അല്ല അല്ലേ? എന്താണ്? ഫീൽ നെർവസ്. ഫീൽ നെർവസിനാണ് നമ്മൾ എന്ത് പറയാ? ഗെറ്റ് കോൾഡ് ഫീറ്റ്. അപ്പം നമ്മൾ ഇത്ര ഇഡിയംസ് പഠിച്ചല്ലേ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം, പക്ഷെ നമ്മൾ ഒരുപാട് ഇഡിയംസ് എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി എക്സാമ്പിൾ നോക്കിയാലോ? ഇപ്പം ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഹിസ് ജോക്ക് ഹെൽപ്ഡ്
ബ്രേക്ക് ദ ഐസ് മീൻസ് ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുക, ഒന്നും മാറ്റിയെടുക്കാൻ. അറ്റ് ദ പാർട്ടി. അങ്ങനെയാണെങ്കിൽ ഗെറ്റ് കോൾഡ് ഫീറ്റിനോ? ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സെൻറ്റൻസ് എടുക്കാം. ടോം വാസ് റെഡി ടു പ്രപ്പോസ് ബട്ട് he got cold feet as the last moment അല്ലെങ്കിൽ in the moment whatever. ഇപ്പം നിങ്ങൾക്ക് ഐഡിയ എത്തിയോ? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോന്നിൻ്റെയും മീനിങ് എന്ത് ചെയ്ത് കണക്റ്റ് ആയോ? ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച ഇഡിയംസിനെ പറയാം. ഓൾറെഡി നമ്മൾ പഠിച്ച ടൈതനോട് എന്താണ്, ഗെറ്റ് മാരീഡ് ആണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ വെരി റയർലി ആയിട്ട് സംഭവിക്കുന്നതാണ്. ആൻഡ് നമ്മൾ എന്ത് പഠിച്ചു, ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് വെച്ചാൽ ഗോ ടു സ്ലീപ്പ് ഓർ ഗോ ടു ബെഡ് സോറി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, എ ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ ഒരു ഹൈ പൊസിഷനുള്ള വ്യൂ. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ സംതിങ് എക്സാക്ട്ലി ഇൻ ദ റൈറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ ടു ഡൈ. ആൻഡ് നമ്മൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഇൻ എ ഗ്രൂപ്പ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് പഠിച്ചു, റിവീലിംഗ് എ സീക്രട്ട്. ഫീൽ ബ്ലൂ മീൻസ് ഫീൽ സാഡ്. ആൻഡ് ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചാൽ എന്തായാലും ഒരു കംഫർട്ട് സോണിലേക്ക് വരിക, സംതിങ് ടു മേക്ക് കംഫർട്ടബിൾ. മേക്ക് ബോത്ത് ആൻഡ് സ്പീഡ് എന്ന് വെച്ചാൽ മാനേജിങ് ഫിനാൻസ്. ആൻഡ് ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്ന് വെച്ചാൽ ഗെറ്റ് മീൻസ് ഫീൽ നെർവസ്. ഓൾ സെറ്റ് അല്ലേ? നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അറൗണ്ട് 10 ഇഡിയംസ് നമ്മൾ എന്ത് ചെയ്ത് സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഡിയംസ് ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്നും നോക്കണം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ കൺവേ ചെയ്യുന്ന ഒരു മീനിങ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഏതായിരിക്കും ഇഡിയംസ് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. നോ വറീസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരട്ടെ, നിങ്ങൾ എന്തായാലും ഇത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ്, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് 10 ഇഡിയംസിൽ അതിലൊരു ആൻസറാണ് ഇതിൽ വരിക. സോ ഞാൻ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, ഈസിയാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ്, ദ സ്റ്റുഡൻസ് were hesitant. hesitant എന്ന് വെച്ചാൽ എന്താ, ഒന്ന് മടിച്ചു. അറ്റ് ഫസ്റ്റ് ബട്ട് ദ ടീച്ചർ ക്വിക്ലി ഡാഷ് ടു മേക്ക് ദം ഫീൽ കംഫർട്ടബിൾ. ആൻസർ ഇപ്പം തന്നെ കത്തിയിട്ടുണ്ടാവല്ലോ, പെട്ടെന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. നമുക്ക് എന്താ USS ക്രാക്ക് ചെയ്യണ്ടേ? സോ അത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക. സോ ഇറ്റ്സ് എ ബൈ.